സൂപ്പർ, എല്ലാവരും സൂപ്പർ. നല്ല പടം, നല്ല മൂവിയായിരുന്നു. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. ഒരു പിക്ചറാണ്, സ്ലോ ആണ്, പക്ഷെ നല്ല കഥയാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വെറുതെ ആയിരിക്കാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല സിനിമയാണ്. ഞാൻ പല റിവ്യൂവും കണ്ടു. ആ റിവ്യൂ കണ്ടതിലൊക്കെ ലാഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കേട്ടു. അല്ല, അങ്ങനെ ലാഗ് ഉണ്ടെന്ന് പറയുന്നവൻ വല്ല അനിമലും പോയി കാണണം. ഇത് ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. എനിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പം ഞങ്ങൾ റിവ്യൂ കണ്ടിട്ട് അത് മോശമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നേരത്തെ ബുക്ക് ചെയ്തതാണ്. പക്ഷേ റിയലി ജോസ് പെല്ലിശ്ശേരി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സ്റ്റൈലിലുള്ളൊരു മൂവി, അത് വേറൊരു രീതിയിലെടുത്തിരിക്കുന്നു. ഇതൊരു യഥാർത്ഥ കഥയൊന്നുമല്ലോ, ഒരു എന്താ പറയുക, ഫെയറി ടെയിൽ പോലെയുള്ളൊരു മൂവിയാണ്. അത് ഐ റിയലി ലൈക്ക്. ആദ്യം വളരെ ഒരു നെഗറ്റീവ് അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും ലിജോയുടെ സിനിമ, അതിനകത്ത് മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലിജോ ശരിക്കും മോഹൻലാലിനെ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയണം. ശരിക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മൾ സഞ്ചരിച്ചു ശരിക്കും. ആക്ച്വലി കയറുന്ന ക്രിറ്റിസിസിൻ്റെ അത്ര എനിക്ക് തോന്നിയില്ല. ആക്ച്വലി നല്ലൊരു സിനിമയാണ്, പക്ഷെ അത് കാണേണ്ട രീതിയിൽ അപ്രോച്ച് ചെയ്താലേ സിനിമ നല്ലതായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഒരു ഫാൻറ്റസി ഫിലിമാണ് കൂടുതലും. അതിനകത്ത് കാണുന്ന സീക്വൻസസിനെ കോമിക്കലായിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമില്ല. ബട്ട് ഓവറോൾ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല. അത് ആ രീതിയിൽ ആലോചിക്കുമ്പോൾ നല്ലൊരു സിനിമയായിരുന്നു. അതെ, പക്ക LJP ട്രേഡ് മാർക്കുള്ള സിനിമയാണ്. മോഹൻലാലിൻ്റെ ഒരു തിരിച്ചു വരവെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു മോഹൻലാലിൻ്റെ ഒരു പുതിയൊരു അവതാരമാണ് ഈ സിനിമ. അദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഒത്തിരി വ്യത്യസ്തമായ റോളിലേക്ക് വന്നല്ലോ. അതെ, അപ്പോൾ ശരിക്കും സിനിമ മനസ്സിലാകാത്തതുകൊണ്ടാണോ പലരും ഇതിനെ നെഗറ്റീവ്? അങ്ങനെ പറയാൻ പറ്റില്ല. സിനിമ എപ്പോഴും ഓരോ ഓഡിയൻസിനെ കേറ്റർ ചെയ്താണല്ലോ ഉണ്ടാക്കുന്നത്. LJP സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കില്ല ചിലപ്പോൾ സത്യനന്ദിക്കാട് സിനിമ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. ഓരോ ക്രിയേറ്റേഴ്സിന് അവരുടേതായ ഒരു ആർട്ടിസ്റ്റിക് ഇതുണ്ട്. ആ വിഷൻ അനുസരിച്ച് എൻജോയ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇതൊരു നല്ല സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, നല്ല എൻ്റർടൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വേറൊരു തലത്തിൽ യാത്ര ചെയ്യുന്ന പോകുന്ന ഒരാളുടെ കഥയായിട്ട്. അതെ, ഒരു കോമിക് ബുക്ക് ഇങ്ങനെ കുറേ ചാപ്റ്റർ ആയിട്ട് അങ്ങനെയാണ് പുള്ളി കാണിച്ചത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ലാലേട്ടൻ്റെ എല്ലാ മൂവിയും പോലെ ആയില്ല, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, എന്നാലും ആവറേജ് ആയിട്ട് ഇഷ്ടപ്പെട്ടു.